വലിയ ഹിറ്റായ സിനിമയാണ് സ്ഫടികം. ഇതൊരു തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമ 24 വർഷത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രണയം എഴുതാൻ ഭയങ്കര സുഖമാണ്. ഇതൊരു സാധാരണ പ്രണയമല്ല, അത് എഴുതി വരുമ്പോഴങ്ങനെ സംഭവിക്കുന്നതാണ്, അല്ലാതെ മുൻകൂട്ടി തീരുമാനങ്ങളോ ഒന്നുമില്ല. ദേവദൂതൻ ഹൊറർപടം എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ രവിചേട്ടൻ ഇങ്ങനെ ആയിരിക്കില്ല എഴുതുക, സിൻസാർ ഇങ്ങനെ ആയിരിക്കില്ല അത് ഷൂട്ട് ചെയ്യുക. അതിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സീൻസ് ക്രിയേറ്റ് ചെയ്ത് വേറൊരു രീതിയിൽ കൊണ്ടുവരും ആ സിനിമ ഹൊററാണെങ്കിൽ. എൻ്റെ എല്ലാ സിനിമകളും ഞാൻ കാണുന്നത് പ്രേക്ഷകനായിട്ടാണ്, അല്ലാണ്ട് ഞാൻ എഴുതിയ സിനിമ അങ്ങനെ എനിക്കൊരു കാഴ്ചയില്ല. ഞാൻ എടുത്ത സിനിമ പോലും, ഞാൻ ഡയറക്റ്റ് സിനിമ പോലും ഞാൻ കാണുന്നത് ഇത് ആരെഴുതിയാന്നുള്ള ഭാവത്തിലാണ്. അത് ഷൂട്ട് കഴിഞ്ഞ് എനിക്കിങ്ങനെ ഒരു കടി കിട്ടുകയും അത് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കുകയും ഒക്കെ സംഭവിച്ചു. പിറ്റേന്ന് മുരളിച്ചേട്ടൻ സെറ്റിൽ വന്നപ്പോഴാണ് എന്നെ വഴക്ക് പറഞ്ഞത്. മുരളിച്ചേട്ടനാണ് പറഞ്ഞത്, നീ ആരാണ്, ജയനാണോ, നിൻ്റെ വിചാരം എന്താണ്, അത് മുഖത്തെങ്ങാൻ കടിച്ചിരുന്നെങ്കിൽ പിന്നെ നിൻ്റെ കരിയർ എന്താവും എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു സാധ്യത പോലും ഉണ്ട് എന്നുള്ളത് ആലോചിക്കുന്നത്. കരുതി കൂട്ടിയുള്ള ചില നെഗറ്റീവ് കമൻറ്റ്സ്, റിവ്യൂസൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് സിനിമയ്ക്ക് ദോഷകരമാണ്. ഈ 1-2 റിവ്യൂവേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് സിനിമയ്ക്ക് പോകുന്ന ഒരു തലമുറ ഉണ്ടായി വരുന്നത് ഭയങ്കര പേടിപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഹായ്, ഹലോ, നമസ്കാരം. പ്രേക്ഷകർ ഒരുപാട് കാത്തിരിക്കുന്ന റിലീസിന് ഒരുങ്ങുന്ന ദേവദൂതൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്നിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആ സിനിമയുടെ ഡയറക്ടറും റൈറ്ററും പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു നടനുമാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. നമസ്കാരം. എനിക്ക് 1 വയസ്സുള്ള സമയത്താണ് ഈ സിനിമ തിയേറ്ററിൽ റിലീസാവുന്നത്. വർഷങ്ങൾക്കപ്പുറം ഈ സിനിമ 2ാമത് റിലീസിന് ഒരുങ്ങുന്നു. അതിൻ്റെ ഒരു പ്രൊമോഷൻ എനിക്ക് വരാൻ സാധിക്കുന്നൊക്കെ ഒരു സന്തോഷമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ജനിച്ചിട്ട് പോലുള്ള ആൾക്കാർ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ കൂടെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അതിനേക്കാൾ എക്സൈറ്റഡ് ആണ് നിങ്ങൾ 3 പേരെന്ന് എനിക്കറിയാം. എത്രത്തോളം എക്സൈറ്റഡ് ആണ് ഈ സിനിമ 2ാമത് തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവാൻ? എനിക്കിതൊരു ഫ്രഷ് ഫിലിമാണ്, ഫുൾ എക്സൈറ്റഡ് ആണ്, വളരെ സന്തോഷം. ഇപ്പോൾ ഇന്നലെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇന്ന് റിലീസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഓൾമോസ്റ്റ് അതൊരു ഫ്രഷ് ഫിലിമായിട്ട് തന്നെയാണ് എനിക്കും ഇത് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു. സോ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എല്ലാ സന്തോഷവും നിർവൃതിയൊക്കെ എനിക്കുണ്ട്. ഡയറക്ടറെയൊക്കെ സംബന്ധിച്ചോളം ഇതൊരു വലിയ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ്. ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല മലയാള സിനിമയിൽ. ഇതിനു മുമ്പ് സ്ഫടികം റീമാസ്റ്റർ ചെയ്ത് 2ാമത് പ്രേക്ഷകരിലേക്ക് വന്നു. പക്ഷേ അതൊരു സക്സസ്ഫുള്ളായ സിനിമയായിരുന്നു, വലിയ ഹിറ്റായ സിനിമയാണ് സ്ഫടികം. അതുകൊണ്ട് 2ാമത് വരാൻ അതിന് കാരണങ്ങളുണ്ട്, അതിന് സാധ്യതകളുണ്ട്. ഇതൊരു തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമ 24 വർഷത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത് അത് പ്രേക്ഷകരുടെ ഒരു താല്പര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ന് ജനിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ അന്ന് തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ട് തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ലാത്ത ഒരു തലമുറ ഈ സിനിമയെ തിയേറ്ററുകൾ പോയി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുമ്പോൾ അതാണ് നമുക്ക് ഈ സിനിമ 2ാമത് റീമാസ്റ്റേർഡ് വേർഷനായിട്ട് കൊണ്ടുവരാൻ നമുക്ക് പ്രചോദനമായി തീർന്നു. ഈ ഒരു കഥാപാത്രം ചെയ്ത് വളരെ യങ്ങായിട്ടുള്ള സമയത്താണ്. അപ്പം ഈ ഷോട്ട് തുടങ്ങുന്നതിന് മുൻപാണ് കാഴ്ചക്കുറവുള്ള ഒരാളാണെന്ന് അറിയുന്നത് തന്നെ. ഒട്ടും പ്രിപ്പറേഷൻ ചെയ്യാതെ ഇത്ര രസമായിട്ട് ആ കഥാപാത്രം ചെയ്യാൻ പറ്റിയത്? നമ്മൾ എന്താണെന്നറിയോ, ഞാൻ ആ സമയത്ത് ചെയ്യുന്ന സിനിമകളിലൊക്കെയും, ആ സമയത്ത് നല്ല എല്ലാ കാലത്തും സിനിമയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് റൈറ്റർ ആദ്യം അതിന് രൂപം കൊടുത്ത് അത് കഴിഞ്ഞ് സംവിധായകൻ അതിൻ്റെ എല്ലാ എസൻസിലേക്കും അതിന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആക്ടർ എന്ന് പറയുന്നത് പിന്നെ ഒരു ടൂള് മാത്രമാണ്. അപ്പോൾ ഞാൻ എന്താണോ അതിനകത്ത് ചെയ്തത് അതൊക്കെയും ഓൾറെഡി രവിചേട്ടൻ അത് എഴുതി കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് മഹേശ്വർ നടക്കുന്നത്, എങ്ങനെയാണ് അയാളുടെ നോട്ടം, അയാൾ തല ഉയർത്തിയിട്ട് ഇതൊന്നും ആ സമയത്ത് എനിക്ക് അറിയില്ല, ഞാൻ ഷോട്ടിൽ നിൽക്കുമ്പോൾ അറിയില്ല. പക്ഷെ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനെ എങ്ങനെ പോർട്രേ ചെയ്യണമെന്ന് ബോധത്തോടുകൂടി നിൽക്കുന്ന ഒരാൾ സിബ്സാർ ഉണ്ട്. അപ്പോൾ സിബ്സാറിൻ്റെ എല്ലാ സപ്പോർട്ടും കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് വളരെ ഈസിയാണ് ആ പ്രോസസ്സ്. ഓക്കെ, സിബിസാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യൽ ആയിട്ടൊരു സിനിമയാണ്. ആ സമയത്ത് അത് വിജയകരമായിരുന്നില്ല ആഗ്രഹിച്ച പോലെ. പക്ഷേ എങ്കിലും ഒരു ഡയറക്ടർ എന്ന നിലയിൽ ആളുകൾ സിനിമ കാണാൻ ഇടിച്ചു കയറും, ഫുൾ ടിക്കറ്റ്, ഫുൾ സീറ്റിൽ ഈ സിനിമ സക്സസ്ഫുള്ളി ഓടുന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഒരു റിലീസ് ആഗ്രഹിക്കുന്നത് അതുപോലെ എൻ്റെ സിനിമ തിയേറ്ററിലെ ആളുകൾ കാണും, അല്ലെങ്കിൽ ഇന്നത്തെ പ്രേക്ഷകർക്ക് ഈ സിനിമ കൂടുതലായിട്ട് കണക്റ്റ് ആവും എന്നുള്ളത് കൊണ്ടാണോ റിലീസ് ഇപ്പം തന്നെ ചെയ്യാൻ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ സോഷ്യൽ മീഡിയയിൽ ഈ പുതിയ ജനറേഷനിലെ ആൾക്കാർ കാണുകയും അവർ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ അവർ കാണുകയും അവരുടെ ഇടയിൽ ഇതൊരു ചർച്ചയായിട്ട് രൂപപ്പെടുന്നുണ്ട്. അത് പ്രത്യേകിച്ചും അത് കോവിഡ് കാലത്താണ് പലപ്പോഴും
പലരും ഇത്തരം മുമ്പ് കണ്ടിട്ടില്ലാത്ത സിനിമകളൊക്കെ കാണുന്നത് അതിനുള്ള അവസരം ഉണ്ടായതൊക്കെ കോവിഡ് കാലങ്ങളിലൊക്കെയാണ്. അപ്പോൾ അന്നത്തെ ആ ചർച്ചകളിലൊക്കെ ഈ സിനിമ ഭയങ്കര രീതിയിൽ ആസ്വദിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഇതെങ്ങനെയായിരിക്കും തിയേറ്ററിൽ വന്നാൽ എങ്ങനെയായിരിക്കും ആസ്വദിക്കുക, ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ നമുക്ക് കിട്ടുമെന്നൊക്കെ പറയുന്ന ഒരു ചർച്ചകളാണ് ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. പക്ഷെ അപ്പോഴും ഇത് എപ്പോൾ സംഭവിക്കും, എപ്പോൾ ചെയ്യണമെന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു ഇപ്പം സിയാദ് കോക്കറിൻ്റെ അദ്ദേഹത്തിൻ്റെ മകള് ഈ ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് കോക്കേഴ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമായിട്ട് ഇതിനെ നവീകരിച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്ക് അവരുടെ ആ ഒരു പഴയ കമ്പനിയെ കോക്കേഴ്സ് ഫിലിംസിനെ മകളുടെ ഒരു ജനറേഷനിലേക്ക് ചെയ്തപ്പോൾ ആ ഒരു യങ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഇതിനെ രണ്ടാമത് റിവൈവ് ചെയ്യാനുള്ളൊരു ആലോചനയായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ്സൊക്കെ അവൈലബിൾ ആയിരുന്നു. സാധാരണ പല സിനിമകളിലെ നെഗറ്റീവുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇൻടാക്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ഉണ്ടായിരുന്നത് കൊണ്ടും ഇതിൻ്റെ സൗണ്ട് ട്രാക്ക് അന്ന് തന്നെ നമ്മൾ ഡോൾബി DTS അന്ന് DTS ആയിരുന്നു, ആ DTS ചെയ്യാൻ കഴിഞ്ഞിരുന്നത് കൊണ്ട് അതിന് കൃത്യമായ മൾട്ടിപ്പിൾ ലെയർ ട്രാക്സ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ഉള്ളത് കൊണ്ടാണ് ഇത് സാധ്യമായത്. എല്ലാ സിനിമകൾക്കും ഇത് സാധ്യമാകണമെന്നില്ല ഈ ഒരു ക്വാളിറ്റിയിൽ വരാനായിട്ട്. കാരണം പല സിനിമകളും 35 mm ഒക്കെയാണ്. എൻ്റെ തന്നെ ദശരഥം വരെയുള്ള സിനിമകളെല്ലാം 35 mm ഷൂട്ട് ചെയ്തതാണ്. ഞാൻ ആദ്യമായിട്ട് സിനിമാസ്കോപ്പിൽ ഷൂട്ട് ചെയ്യുന്നത് ഇസാനസ് അബ്ദുള്ളയാണ്. അപ്പോൾ ആ സിനിമകളൊക്കെ ഈ ഫോർമാറ്റ് മാറ്റുമ്പോൾ ചിലപ്പോൾ ഇത്രയും പെർഫെക്റ്റും ക്വാളിറ്റിയും ഉണ്ടാകത്തില്ല. അതുപോലെ മോണോ ട്രാക്കിലാണ് അന്ന് സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്, ഫിലിമിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതൊന്നും ഈ ഒരു ക്വാളിറ്റിയിൽ സൗണ്ട് ട്രാക്സ് അത്ര മൾട്ടിപ്പിൾ ട്രാക്സ് ഇല്ല. ഒരു മോണോ ട്രാക്കായിട്ടല്ലാണ് ഫൈനൽ മിക്സ് ട്രാക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇത്തരത്തിലൊരു സൗണ്ടിലേക്കും കാര്യങ്ങളിലേക്കും കൊണ്ടുവരാൻ പറ്റാത്ത ഒരു പരിമിതി ഉണ്ട് അതിന്. ഈ സിനിമയ്ക്ക് ആ പരിമിതികളില്ലായിരുന്നു. ഈ സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള പഴയ കാലത്ത് നമ്മൾ സൂക്ഷിച്ചു വെച്ചതല്ല, അതെവിടെയോ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആരോടോ എന്തോ പറയാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് സൂക്ഷിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അപ്പോൾ ഈ സിനിമയ്ക്കൊരു മിസ്റ്ററി ഉണ്ട്. ആ മിസ്റ്ററി സംഭവിക്കുകയാണ് ഇവിടെ. സിനിമയുടെ ആദ്യകാലം തൊട്ട് 82 83 ഞങ്ങൾ ഒരുമിച്ചിരുന്നത് എഴുതുമ്പോൾ ആ സിനിമയ്ക്കുണ്ടായ അത് ആ എഴുത്തിൻ്റെ ഘട്ടങ്ങളിൽ എഴുതി കഴിഞ്ഞത് സിനിമയാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്ന സമയത്ത് അത് നടക്കാതെ പോയത് 2000 വീണ്ടും അത് 18 വർഷങ്ങൾക്ക് ശേഷം സിനിമയാകുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മോഹൻലാലിനെ ഇപ്പോൾ ഒരു സൂപ്പർ താരം അദ്ദേഹം ഇങ്ങോട്ട് വന്ന് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നത്, അത് തിയേറ്ററിൽ പരാജയപ്പെടുന്നത്, ഇന്ന് 24 വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന പോലെ ഒരു പുതിയ തലമുറ കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊരു വല്ലാത്ത മിസ്റ്ററി ഉണ്ട്. ആ മിസ്റ്ററിയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തി ആ തീരുമാനം ഈ പുതിയ തലമുറയിലെ ഇതിൻ്റെ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നുള്ള പുതിയ ജനറേഷൻ തന്നെ വന്ന് അതിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരുന്നതും എല്ലാം ഒരു വല്ലാത്ത മിസ്റ്ററിയാണ്. ഈ സിനിമയ്ക്ക് എന്തോ ഒരു അത്ഭുതമുണ്ട് എന്ന് മോഹൻലാൽ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച് സമയത്ത് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ആ അത്ഭുതം സംഭവിക്കുകയാണ്. നമ്മൾ കാണുന്ന ഹൊറർ പടങ്ങളുണ്ടല്ലോ, ഇപ്പം വെള്ള സാരി കൊടുത്ത് പ്രതികാരം വീട്ടാൻ പോകുന്ന അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് ഹൊറർ സിനിമകൾ കണ്ടുവന്ന സമയത്താണ് ഈ ഒരു സിനിമ റിലീസാവുന്നത്. അപ്പം ഇനിയൊരു ഹൊറർ പടം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സിനിമ എഴുതുന്ന സമയത്ത് കണ്ടുവന്ന പടങ്ങൾ പോലെ ആകരുത്, ഒരു ബോളിവുഡ് ടച്ചൊക്കെ വെച്ച് ഇതുവരെ കണ്ടത് ഇപ്പം സോങ്സിലായാലും വിഷ്വൽസിലായാലും ഒക്കെ എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എഴുതുന്ന സമയത്ത് ഈ ഒരു സിനിമ ഈ രീതിയിലായിരിക്കണം എന്നത് നേരത്തെ തന്നെ മൈൻഡിലുണ്ടായിരുന്നു? അങ്ങനെയല്ല. അത് ഈവൻ ഞാൻ എഴുതുന്ന സമയത്ത് ഏത് സിനിമ എഴുതുമ്പോഴും ഇങ്ങനെ വേണം അങ്ങനെ വേണം ചിന്തിക്കാറില്ല. ഇതിൻ്റെ അകത്തൊരു അസാധാരണമായ പ്രണയകഥയുണ്ട്, ഒരു പ്രണയമുണ്ട്. ഈ പ്രണയം എഴുതാൻ ഭയങ്കര സുഖമാണ്. അത് എൻ്റെ ഒരു ലഹരിയാണ്. ഞാൻ പറയുന്നത് അതാണ്, ഒരു ലഹരിയുണ്ട് ഈ പ്രണയത്തിന്. അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇതൊരു സാധാരണ പ്രണയമല്ല. പ്രണയം എന്ന് പറയുന്നതിന് ഒരു വല്ലാത്തൊരു ദിവ്യത്വമുണ്ട്. ആ ദിവ്യത്വം പോവരുതെന്ന് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിനകത്ത്. അത് എഴുതി വരുമ്പോഴങ്ങനെ സംഭവിക്കുന്നതാണ്, അല്ലാതെ മുൻകൂട്ടി തീരുമാനങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ഞാനിത് ആദ്യം ഇത് എഴുതുന്ന സമയത്ത് പോലും ഞാൻ കുറച്ച് എഴുതിക്കഴിഞ്ഞ് ഞാൻ ഇതിന് വായിച്ചു കൊടുക്കും, സിബിക്ക് വായിച്ചു കൊടുക്കും. ഞാൻ സിബി ഇങ്ങനെ നിരീക്ഷിക്കും, ഇതെന്താ നമ്മൾ പകരുമ്പോഴെന്താ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഉൾക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ ഞാൻ കൊടുത്തതിനേക്കാൾ കൂടുതൽ ചിലപ്പം സിബി ഉൾക്കൊള്ളും. അത് സ്വാഭാവികം സംഭവിക്കുന്നത്. അത് സിബി ആണെങ്കിൽ സിബി, അല്ലെങ്കിൽ അങ്ങനെ ഉൾക്കൊള്ളണം. അങ്ങനെ ഉൾക്കൊണ്ടിട്ടാണ് ഞാനിങ്ങനെ കുറേശ്ശെ ഒരു വലിയ കുറേ ഉള്ള ഒരു വലിയ ക്യാനിന്ന് ഒരു കുപ്പിയിലേക്ക് ഒഴിക്കുന്ന പോലെ അങ്ങനെ ഒഴിച്ച് കൊടുത്ത് അത് കോൺസെൻട്രേറ്റ് അങ്ങനെ അങ്ങനെയാണ് ഈ തിരക്കഥ
കംപ്ലീറ്റ് ആവുന്നത്. ഞാൻ ചില സമയത്ത് മാത്രം സിബിയോട് പറയും ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെയാണെന്ന് പറയും. അപ്പോൾ അവൻ്റെ ഉള്ളിൽ കിട്ടുന്നൊരു തിളക്കമുണ്ട് എനിക്ക്. അതൊരു റൈറ്റർ ഡയറക്ടർ കമ്മ്യൂണിക്കേഷനാണ്. ഞങ്ങൾ കൂടുതലൊന്നും ഇതിനെപ്പറ്റി സംസാരിക്കാറില്ല. അത് കാരണം അത് കാണുന്നുണ്ടല്ലോ, വായിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എൻ്റെ മുമ്പിൽ ഒരു വേറൊരു ഹൊറർ ഫിലിമോ അങ്ങനെ ഒന്നുമില്ല. സാധാരണ ഞങ്ങൾ വെക്കാറില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനൊരു കമ്പാരിസണൊക്കെ വരും. ഇത് സെപ്പറേറ്റ് ആയിരിക്കണം, എപ്പോഴും അങ്ങനെ ഇരിക്കണം. അതിൻ്റേതായൊരു ഓജസ് ഉണ്ടാവണം, അതിൻ്റേതായ ഒരു തനിമ ഉണ്ടാവണം. അങ്ങനെ സംഭവിച്ചതാണത്. സംഭവിച്ച് അങ്ങനെ വരും. ചിലപ്പോൾ ഞങ്ങൾ തന്നെ അറിയാണ്ടൊക്കെ സംസാരിച്ച് പോകും, ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെയാവും എന്നൊക്കെ നമ്മൾ ചില മുൻകൂട്ടി കാണും. ഞാൻ പോകുന്ന വഴിയിൽ കുറച്ച് മുമ്പോട്ടൊക്കെ അവൻ സഞ്ചരിക്കും. ഇത് ഞാൻ അവനെ അശേഷം പ്രേസ് ചെയ്യുന്നൊരു കമ്മ്യൂണിക്കേഷനാണ്. റൈറ്റർ അയാളും ഇതിൻ്റെ ഒരു എഴുത്ത് മനസ്സിലാവണമെങ്കിൽ എഴുത്ത് സംവിധായകനും ഉള്ളിൻ്റെ ഉള്ളിൽ റൈറ്റർ ഉണ്ടാവുമല്ലോ. ആ കമ്മ്യൂണിക്കേഷനാണ് അത് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഡയറക്ടറിനാണ് ആക്ടേഴ്സിനെ കിട്ടുന്നത്. ആ ആക്ടേഴ്സിനെ കിട്ടുന്നതും ഏതാണ്ട് സെയിം ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അതുകൊണ്ട് ഇതിലെ ആ വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞാൽ ലാലിൻ്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നില്ല ലാൽ വേറെ ഏതെങ്കിലും പടത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അയാളുടെ മാനറിസം, അയാളുടെ ബോഡി ലാംഗ്വേജ്, ശബ്ദം, ഈവൻ ഈ അയാളുടെ ചലനങ്ങൾ പോലും, അത് ചില സീക്വൻസ് എനിക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ മുകളിലേക്ക് പോയിട്ട്, വിചാരിച്ചതെന്നല്ല ഞാൻ മനസ്സിൽ കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് ഷൂട്ടിംഗ് സമയത്തോ ആ സമയത്തൊക്കെ അല്ല നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോഴും നമ്മൾ കാണുന്നൊരു ഫ്രെയിം ലൈൻ്റെ അകത്ത്. എപ്പോഴും ഒരു സ്ക്രിപ്റ്റ് ഒരു ഡയറക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് അയാൾ ആ സിനിമയിൽ അങ്ങോട്ട് വിലയം പ്രാപിക്കും. പിന്നെ തിരക്കഥയില്ല, പിന്നെ സിനിമയേ ഉള്ളൂ. അപ്പം ഒരിക്കലും ഒരു സിനിമയിൽ നിന്ന് ഒരു തിരക്കഥ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. ഞാൻ കാണുന്നത് എൻ്റെ സ്ക്രിപ്റ്റല്ല, ഞാൻ കാണുന്നത് എന്നിലൂടെ വന്നൊരു സിനിമയാണ്. അപ്പം ഞാൻ ഏലിനേറ്റ് ചെയ്താണ് അത് കാണുന്നത്. എൻ്റെ എല്ലാ സിനിമകളും ഞാൻ കാണുന്നത് പ്രേക്ഷകനായിട്ടാണ്. അല്ലാണ്ട് ഞാൻ എഴുതിയ സിനിമ അങ്ങനെ എനിക്കൊരു കാഴ്ചയില്ല. ഞാൻ എടുത്ത സിനിമ പോലും, ഞാൻ ഡയറക്റ്റ് സിനിമ പോലും ഞാൻ കാണുന്നത് ഇത് ആര് എഴുതിയാന്നുള്ള ഭാവത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിനൊരു വല്ലാത്ത ലഹരിയാണ് ഈ സിനിമയോട്. പിന്നെ ഞാൻ തുറന്നു പറയുന്നത്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതൊരു റിലീസിലേക്ക് പോകുന്നു. അങ്ങനെ എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിങ്ങനെ. എപ്പോഴും എല്ലാവരും പറയുന്ന സമയത്ത് എല്ലാവരും എനിക്കിങ്ങനെ മെസ്സേജൊക്കെ അയക്കുമ്പോൾ ഞാൻ ചോദിക്കും ഇവരെന്തൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഭയങ്കര ത്രില്ലാണ് അത് ഉള്ളിലിങ്ങനെ ഓരോരുത്തരെ കാണുന്ന, ഓരോരുത്തർക്ക് എഴുതുന്ന ചില വരികളൊക്കെ വായിച്ച് അതിശയിച്ചിട്ടുണ്ട് ഞാൻ. ഇതെങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഫീൽ ചെയ്തെന്നൊക്കെ തോന്നിയിട്ട്. ഈ ഹൊറർ പടങ്ങൾ പൊതുവെ ഷൂട്ട് ചെയ്യുമ്പോൾ, മണിച്ചിത്ര താഴൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് കിട്ടുമെന്ന് പറയാറുണ്ട്. ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അല്ല, ഇതിനകത്ത് ഫസ്റ്റ് എനിക്കൊരു കറക്ഷൻ ഉള്ളത്, ഇതൊരു ഹൊറർ പടം അല്ല അൾട്ടിമേറ്റ്ലി. കാരണം ദേവദൂതൻ ഹൊറർപ്പടം എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ രവിചേട്ടൻ ഇങ്ങനെ ആയിരിക്കില്ല എഴുതുക, സിൻസാർ ഇങ്ങനെ ആയിരിക്കില്ല അത് ഷൂട്ട് ചെയ്യുക. അതിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സീൻസ് ക്രിയേറ്റ് ചെയ്ത് വേറൊരു രീതിയിൽ കൊണ്ടുവരും ആ സിനിമ ഹൊററാണെങ്കിൽ. ഇത് അന്ന് ഇറങ്ങുന്ന സമയത്തും അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിലനിന്നിരുന്നു. അന്നുള്ള ചില സീൻസ് ആ സിനിമയിൽ, ഇന്നിപ്പോൾ ഈ എഡിറ്റഡ് വേർഷനിൽ അതില്ല. അന്ന് ഉള്ള പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതൊരു ഹൊറർ പടമാണ് എന്നാൽ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഹൊറർ പടം അല്ല എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റിലീസാകുമ്പോൾ നമ്മുടെ ഈ കോവിഡ് ടൈമിലുള്ള കുട്ടികൾ, ഇത് റീവാച്ച് ചെയ്ത ആളുകളും അതിനകത്ത് നിന്ന് എടുത്തിരിക്കുന്നത് രവിചേട്ടൻ എഴുതിയിരിക്കുന്ന പ്രണയത്തിൻ്റെ വരികളാണ്. ഇപ്പം നേരത്തെ രവിചേട്ടൻ പറഞ്ഞ പോലെ ലഹരിയാകുന്നത് പ്രണയം എഴുതുമ്പോഴാണെന്ന് പറയുന്ന പോലെ ആ ലഹരി കൃത്യമായിട്ട് എന്താ പറയുക കിട്ടിയിരിക്കുന്ന ആ കിക്കിലാണ് ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ യൂത്ത് ഈ സിനിമയെ കാണുന്നത്. അത് തന്നെയാണ് ആ സിനിമയുടെ എസൻസ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഒരു സോൾ, അത് ആ സോൾ പറയുന്ന എന്താണ്, അയാളുടെ പ്രണയമാണ്. എനിക്ക് വേണ്ടി നീ കാത്തിരിക്കല്ലേ, എനിക്ക് വേണ്ടിയിട്ട് നിൻ്റെ ജീവിതം മുഴുവൻ നീ കാത്തിരുന്നു, നിനക്ക് കിട്ടാത്തൊരു ഉത്തരം എനിക്ക് പറയാനുണ്ട്, അത് പറയാൻ ഞാൻ കണ്ടെത്തിയ ഒരു മെസ്സഞ്ചറാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു വഴി എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. ആ മ്യൂസിക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, ഞാൻ വരില്ല എന്നുള്ളതാണ്. അവിടെ അൾട്ടിമേറ്റ്ലി അതൊരു പ്രണയമാണ്. അത് ഇത്രയും ഇൻഡെപ്തിലായിട്ടുള്ളൊരു പ്രണയം എപ്പോഴും കാൽപ്പനികമാണ്, ഫിക്ഷനാണ്. ആ ഫിക്ഷനിൽ ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് പറഞ്ഞൊരു ലവ് സ്റ്റോറിയാണ് ദേവദൂതൻ എന്നുള്ളതാണ് സത്യം. ദേവദൂതനിലെ ഓരോ പാട്ടുകളും ഇപ്പം നമ്മുടെ ഈ പ്രായത്തിലുള്ള ആൾക്കാരും ഇപ്പോൾ പ്രണയ സോങ്ങുകളടക്കം ഞങ്ങൾ കേൾക്കുന്നതാണ്. സോങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതിപ്പോൾ ഞങ്ങൾ കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ രോമാഞ്ചം വരും. ആ രീതിയിലാണ് ഇത്തെ പാട്ടുകളൊക്കെ. ഞാൻ കുറച്ച് നോക്കുമ്പോൾ ഡയറക്ടറും നടനൊക്കെ ആ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളത് പ്ലേ ചെയ്യില്ലേ ബാക്ക്ഗ്രൗണ്ട്? അതിൻ്റെ ഒരു ഫീല് വേറെ ആയിരിക്കില്ല, അതെങ്ങനെയായിരുന്നു? നമ്മളിപ്പോൾ അത് കേട്ടത് നമ്മുടെ ഫോണുകളിലേക്ക് നിരന്തരമായിട്ട് ഡെയിലി ഇത്
ഇതിൻ്റെ റീൽസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ഇത്രമാത്രം ഒരു സെലിബ്രേഷൻ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ്, അതും രണ്ടാമത് വരുന്ന ഒരു സിനിമയ്ക്ക് ആദ്യം ഇറങ്ങുന്ന ഒരു സിനിമയുടെ അതേ ഫീലിൽ ചെറുപ്പക്കാർ മുഴുവൻ റീൽസ് ചെയ്തിടുകയാണ്. ഈ പാട്ടിൻ്റെ വരികൾ വെച്ചിട്ട് അവരുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഒരു കോൺട്രിബ്യൂഷൻസ് ഇതിലേക്ക് വരുന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസവും വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഫോൺ തുറക്കുമ്പോൾ ഒരു 4-5 റീൽ അവിടെ കിടക്കും. അത് കേൾക്കുന്നതാണ് നിങ്ങൾ. ഞങ്ങളൊക്കെ അതാ കേൾക്കുന്നത്. ആരോ ചെയ്തിട്ട് ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്ത് വരുന്നത് മുഴുവൻ അങ്ങനെയുള്ള കുറെ, പിന്നെ പോസ്റ്റ് ഡിസൈൻ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ കുറെ വരുന്നുണ്ട്. അവരുടെ ക്രിയേറ്റീവായിട്ട് ഈ സിനിമ അവർ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് പോസ്റ്റേഴ്സിലൂടെ. അങ്ങനെ ഒരുപാട് പേര് വിത്ത് മ്യൂസിക് ഇട്ടിട്ട് അയച്ചു തരുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇതുണ്ടല്ലോ, പണ്ട് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ ഈ സിനിമയെ കുറിച്ചാണെങ്കിൽ ഏത് സിനിമയെ കുറിച്ച് നന്നായിട്ട് മാക്സിമം ഈ പറഞ്ഞ റീൽസ് ആയാലും പ്രൊമോഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം അതേ സമയം തന്നെ ഈ ഒരു സിനിമ റിവ്യൂ കൊണ്ട് തന്നെ മോശമാക്കുന്ന രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ പലപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആണെങ്കിൽ നമുക്ക് അത് സിനിമയ്ക്കും മൊത്തം ഇൻഡസ്ട്രിക്കും ഗുണം ചെയ്യുന്നതാണ്. പക്ഷെ പലപ്പോഴും ഇൻറ്റൻഷനലായിട്ട് തന്നെ ഒരു കരുതിക്കൂട്ടിയുള്ള ചില നെഗറ്റീവ് കമൻറ്റ്സ്, റിവ്യൂസൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് സിനിമയ്ക്ക് ദോഷകരമാണ്. സിനിമയുടെ ഭാവിയെ വല്ലാതെ രീതിയിൽ അത് ബാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും ഒരു സിനിമ നിർമ്മാതാവിനാണ് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത്. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചുള്ള ഇത് കഴിഞ്ഞാൽ അടുത്ത സിനിമ ചെയ്യാം. ഒരു നിർമ്മാതാവ് അയാളുടെ സമ്പത്തിൻ്റെ ഒരു വലിയ ഭാഗം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ 1-2 റിവ്യൂവേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് സിനിമയ്ക്ക് പോകുന്ന ഒരു തലമുറ ഉണ്ടായി വരുന്നത് ഭയങ്കര ഒരു വലിയ പേടിപ്പെടുത്തുന്നൊരു കാര്യമാണ്. കാരണം ഒരാളുടെ അഭിപ്രായമല്ല, കാണുന്ന അയാൾക്കൊരു അഭിപ്രായമുണ്ട്. പക്ഷെ കാണാൻ പോകുന്നതിന് മുമ്പ് അയാളുടെ ഉള്ളിലേക്ക് അയാൾ സാംശീകരിക്കുന്ന അല്ലാത്തൊരു അഭിപ്രായം അയാളുടെ ഉള്ളിലേക്ക് കടത്തിവിടുകയാണ്. അപ്പോൾ ആ ഒരു പ്രീകൺസീവ്ഡ് ആയിട്ടാണ് ഈവൻ ഈ സിനിമ കാണാൻ പോകുന്നത്, ഈ വ്യക്തി ഇത് കേട്ടവൻ. അപ്പോൾ അവൻ മുൻധാരണ കൊണ്ടുപോകും ഇത് കുഴപ്പമാണ്, അല്ലെങ്കിൽ പോകണ്ടെന്ന് തീരുമാനിക്കുക. അത് വളരെ നെഗറ്റീവാണ്. അത് സിനിമയെ വല്ലാതെ ദോഷകരമായിട്ട് ബാധിക്കും. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സിനിമ വരുന്നുവെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ ആ സിനിമ യൂട്യൂബിൽ എവിടെയെങ്കിലും കണ്ടവരാണെങ്കിൽ പോലും അവരെ ഈ സിനിമയുടെ ഭാഗമായി അവരുമുണ്ട് എന്ന് നമുക്ക് ഊർജ്ജം നൽകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്ന ഈ ഇതിൻ്റെ പാട്ട് വെച്ചുള്ള റീൽസ്, ചില സീൻസ്, ചിലരെ ഇത് വെച്ചിട്ട് ഗ്രാഫിക്സിലൂടെയൊക്കെ കഥ പറയുന്നത്, അങ്ങനെയൊക്കെ പല കാര്യം ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ സ്റ്റോറി. ജഗതി ശ്രീകുമാർ ഈ പടത്തിൽ പറയുന്ന ഒരു ഡയലോഗിലൂടെ ഇതിൻ്റെ മൊത്തം സ്റ്റോറി പറയുന്ന ഒരു റീൽ ഇന്നലെ കണ്ടു. അതിനൊക്കെ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. കാരണം ആ ഗ്രാഫിക്സ് ചെയ്യാനൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്നു. അപ്പോൾ ആൾക്കാർ അത്രമാത്രം ഇതിൻ്റെ പുറകെ സഞ്ചരിക്കുന്നുണ്ട്. അതാണ് നമുക്ക് തരുന്ന ആത്മവിശ്വാസം. ഇത് ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അപൂർവമായ ഒരു സംഭവമാണ്. മുൻപ് റിലീസ് ചെയ്ത് പരാജയപ്പെട്ടു പോയൊരു സിനിമ ഇന്നൊരു പുതിയ സിനിമയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ ജനറേഷൻ കാത്തിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ തിയേറ്റർ ബുക്കിങ്സൊക്കെ ഇന്നലെ ആരംഭിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് അത് ഫില്ലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും റിപ്പോർട്ട്സൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചാൽ, നമ്മളായിട്ട് പോയി എടുക്കുന്നതല്ല. സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഓരോ തിയേറ്ററുകളിൽ ബുക്കിംഗ് ആയി കഴിഞ്ഞു, ഫുള്ളായി കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. ഞാനൊരിക്കലും ഈ ഒരു റിലീസിന് ഇത്രയും ഒരു ഹ്യൂജ് റെസ്പോൺസ് പ്രതീക്ഷിച്ചില്ല. പക്ഷേ നമ്മുടെ ട്രെയിലർ ലോഞ്ച് കഴിഞ്ഞ അടുത്ത മണിക്കൂറിനുള്ളിൽ ലക്ഷക്കണക്കിന് വ്യൂസാണ് അതിൻ്റെ വീഡിയോസിനും അതിൻ്റെ ആ ഫങ്ഷനെ പറ്റിയുള്ള അതിനെ പറ്റിയുള്ള വാർത്തകൾക്കൊക്കെ വരുന്നത്. അപ്പോൾ അത് വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത്. ഈ സിനിമയിൽ ഒരുപാട് ഞെട്ടിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അതിൽ എനിക്ക് ഇപ്പോഴും കാണുമ്പോൾ പേടിയുള്ള കാര്യമാണ് ഡോഗ് അറ്റാക്ക് ചെയ്യണത്. കാരണം ആ സീൻ എങ്ങനെയായിരുന്നു? കാരണം പൊതുവെ ഇത്രയും ഡോഗായിട്ട് നമ്മൾ അഭിനയിക്കുമ്പോഴേ ആദ്യം നമ്മൾ ജസ്റ്റ് പരിചയപ്പെടലൊരു പരിപാടി ഉണ്ടാവുമല്ലോ. ഇതെങ്ങനെയായിരുന്നു ആ ഒരു സീൻ ഷൂട്ട് ചെയ്തത്? ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സീൻ ഉള്ളത്. ഞാൻ ആ സിനിമയുടെ മുഴുവൻ തിരക്കഥയോ അല്ലെങ്കിൽ ക്യാരക്ടറിന് മുഴുവൻ ഡീറ്റെയിൽ ആയി കേട്ടിട്ടല്ല ഞാൻ ചെയ്യുന്നത്. അതിന് മുമ്പും സിൽസാറിൻ്റെ പടങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ സമയത്ത് ചെയ്യുന്ന സീനും ആ ക്യാരക്ടർ ഡീറ്റെയിലിങ്ങും സാർ തരുന്ന ഡീറ്റെയിലിംഗ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദേവദൂതനിലും അങ്ങനെ തന്നെയായിരുന്നു. ആ പട്ടിയുടെ സീക്വൻസുകൾ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടെന്ന് അറിയുന്നത്. അത് രസമായിരുന്നു. അതിൻ്റെ ഷൂട്ട് ആ പ്രോസസ്സ് ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രോസസ്സിൽ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ എപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ഊർജ്ജമാണ്. നമുക്കൊരു ക്യാമറയുടെ മുമ്പിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അവിടെ കിട്ടാവുന്ന എന്ത് സാധ്യതകളും നമ്മളത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സാധ്യതകളിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഇത്തരം ചാലഞ്ചുകൾ എടുക്കുന്നതിൽ ഞാൻ എന്നും ഇഷ്ടമുള്ള ഒരാളാണ്. ഫൈറ്റ് സീക്വൻസ് ആയാലും അങ്ങനെയുള്ള സീക്വൻസുകളിലൊക്കെ. അപ്പോൾ പട്ടിയുടെ സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്കങ്ങനെ ഒരു ഉള്ളിൽ ഞാൻ പട്ടിയെ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. പക്ഷേ ക്യാമറയുടെ മുമ്പിൽ എനിക്ക് ആ പേടിയില്ല.
അത് അഭിനയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേടി അഭിനയിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് അത് എന്തും ചെയ്യാൻ ഞാൻ റെഡിയായിരുന്നു. പക്ഷേ അത് ഷൂട്ട് കഴിഞ്ഞ് എനിക്കിങ്ങനെ ഒരു കടി കിട്ടുകയും അത് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കുകയും ഒക്കെ സംഭവിച്ചു. പിറ്റേന്ന് മുരളിച്ചേട്ടൻ സെറ്റിൽ വന്നപ്പോഴാണ് എന്നെ വഴക്ക് പറഞ്ഞത്. മുരളിച്ചേട്ടനാണ് പറഞ്ഞത്, നീ ആരാണ്, ജയനാണോ, നിൻ്റെ വിചാരം എന്താണ്, അത് മുഖത്തെങ്ങാൻ കടിച്ചിരുന്നെങ്കിൽ പിന്നെ നിൻ്റെ കരിയർ എന്താവും എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു സാധ്യത പോലും ഉണ്ട് എന്നുള്ളത് ആലോചിക്കുന്നത്. അല്ലാതെ ഷൂട്ട് ടൈമിലൊന്നും ഞാൻ മാത്രമല്ല എല്ലാ നടന്മാരും അതിനെ സിൻസിയറായിട്ട് കാണുന്ന എല്ലാ ആക്ടേഴ്സും അവർക്ക് കിട്ടുന്നതിൻ്റെ മാക്സിമം ഫിസിക്കലി ആയാലും അതിനകത്ത് ഇൻപുട്ട് ഉണ്ടാവും. ഒരു ഡയറക്ടർ എന്ന നിലയിലെ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമയിൽ സീൻ അഭിനയിക്കുമ്പം ഇന്ന കാര്യം ഇപ്പം നടന്മാർ തന്നെ രണ്ട് രീതിയില്ല. ഒന്ന് സ്വന്തമായിട്ട് തന്നെ കഴിവ് കൊണ്ട് അഭിനയിക്കുന്നു, ചില ഡയറക്ടർ പറയുന്ന അനുസരിച്ച് പെർഫോം ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ സിബിസാറിനെ സംബന്ധിച്ചിടത്തോളം സിബിസാറിന്റെ സിനിമയിൽ എങ്ങനെയുള്ള ഒരു നടനായിരിക്കണം? ഇല്ല, നമ്മളൊരു ക്യാരക്ടറിലേക്ക് എത്തുന്നത് പല കാര്യങ്ങളുണ്ട്. ഒരാളെ, ഒരു ആക്ടറെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൽ ഒന്നാമത് ആ ക്യാരക്ടറിൻ്റെ സ്വഭാവ ശാരീരിക രീതികളൊക്കെ ആയിട്ട് പൊരുത്തപ്പെടുന്ന ഒരു രൂപം ഉണ്ടാവണം. പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ടാവണം. ഇയാൾ ആണ് നമ്മൾ ഇന്നയാൾ. ഇപ്പം വിനീതിൻ്റെ കാര്യം തന്നെ എടുക്കാം. വിനീത് ഈ കഥ ആദ്യം 1982-83 കാലഘട്ടത്തിൽ ഈ കഥ എഴുതുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ മനസ്സിൽ കണ്ട നിഖിൽ മഹേശ്വർ എന്ന് പറയുന്നത് നസറുദ്ദീൻ ഷായാണ്. അന്ന് നസറുദ്ദീൻ ഷാ ഈ എന്താണ് മെയിൻ സ്ട്രീം സിനിമകൾക്ക് അപ്പുറത്തേക്ക് വലിയ ആർട്ട് ഹൗസ് സിനിമകളൊക്കെ ചെയ്ത് നമുക്കൊക്കെ ഭയങ്കര ആരാധന തോന്നിയ അദ്ദേഹത്തിൻ്റെ രൂപമാണ്, നസറുദ്ദീൻ ഷായുടെ രൂപമാണ് ഈ കഥാപാത്രത്തിന് വേണ്ടത് അന്ന് നമുക്ക് തോന്നിയിരുന്നു. ഈ സിനിമ എടുക്കുന്ന സമയത്ത് നസറുദ്ദീൻ ഷായ്ക്ക് ആ പ്രായമൊക്കെ കഴിഞ്ഞു, അയാളുടെ യൗവനമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ ഈ കഥാപാത്രത്തിലേക്ക് വിനീതനേക്ക് എത്തുന്നത്, എന്നെ വിനീതിലേക്ക് കൊണ്ടുവന്നത് ഞാൻ ഭരതത്തിൽ ഷൂട്ട് ചെയ്ത വിനീതിൻ്റെ 2 കണ്ണുകളാണ്. ഭരതത്തിനകത്ത് വിനീത് ഒരു ജനലിൽ കൂടെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു വളരെ ക്ലോസ് ഷോട്ട് ഉണ്ട്. രാമകഥയിൽ അപ്പുറത്തെ പാട്ട് കിടക്കുമ്പോൾ ഇയാളുടെ അച്ഛൻ്റെ വിയോഗം അല്ലെങ്കിൽ അച്ഛൻ്റെ എന്താണ് കാണാതായ അവസ്ഥയിലൊക്കെ കുടുംബം വല്ലാതെ ടെൻഷനിൽ നടക്കുമ്പോൾ ആ പാട്ടിൻ്റെ അകത്ത് വിനീതിൻ്റെ ഒരു കണ്ണിൻ്റെ ഒരു ക്ലോസ് ഷോട്ട് എടുക്കും. വിനീതിൻ്റെ പൂച്ചക്കണ്ണാണ്. ആ പൂച്ചക്കണ്ണിലേക്കാണ് നമ്മൾ വിനീതിനെ ആ ക്യാരക്ടറിലേക്കാണ്. ഇയാൾ അന്ധനാണ്. അപ്പോൾ ഇയാളുടെ ഒരു നോർമൽ കണ്ണായിരിക്കത്തില്ല. നമ്മളല്ലെങ്കിൽ ഇയാൾക്ക് വേറെ എന്തെങ്കിലും ലെൻസൊക്കെ വെച്ചിട്ട് ചെയ്യും. ഇപ്പം അതൊന്നുമില്ലാതെ ഇയാൾ പെട്ടെന്ന് ആ മനസ്സിലേക്ക് കൊണ്ടുവന്നത് പിന്നെ ഇയാളുടെ ആകാരം, രൂപം, ഒരു കാമുകൻ, യൗവന അയാളുടെ ഒരു 20കളിലൊക്കെ ആയിരിക്കും ആ നിഖിൽ മഹേശ്വർ ഇവിടെ വന്നിരിക്കുന്നതും പോയി. അപ്പോൾ ആ പ്രായം ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് വിനീതിലേക്ക് എത്തുന്നത്. അപ്പോൾ വിനീതിനെ ആദ്യം വിളിച്ചു കൊണ്ടുവന്നു, നമ്മളൊരു മേക്കപ്പ് ടെസ്റ്റൊക്കെ എടുത്തു, വിട്ടു. പിന്നീടാണ് നമ്മൾ ആ ഡിസിഷൻ അറിയിക്കുന്നത്. പിന്നീട് 2ാമത് വിളിക്കുകയായിരുന്നു. അത് തീരുമാനം എടുത്തു കഴിഞ്ഞു. പക്ഷേ എന്തായാലും ബാക്കിയുള്ളവരൊക്കെ കൂടെ അതിനെപ്പറ്റി ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഓരോ ആളെയും തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ഈ കഥാപാത്രത്തിൻ്റെ രൂപസാദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മളിത് എഴുതുമ്പോഴും വായിക്കുമ്പോഴും കാണുന്ന ചില സവിശേഷതകളുണ്ട്. അതിനോട് ഒത്തുചേരുന്ന ആൾക്കാരാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. സാധാരണയായിട്ട് നമുക്കിപ്പം ഒരു കാലത്ത് ഞാനും ലോഹിദാസും കൂടെ എഴുതിക്കൊണ്ടിരിക്കുന്ന സിനിമകൾക്കൊക്കെ നമുക്ക് ആദ്യം തന്നെ ഒരാളെ മനസ്സിൽ, ഇപ്പം മോഹൻലാലോ, കൂടുതൽ നമുക്ക് മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടിയെ പെട്ടെന്ന് വരും. കാരണം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള 2 ആക്ടേഴ്സാണ്. അവർക്ക് മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളും അവരോട് ചേർന്ന് നിൽപ്പിച്ചാറ്. പക്ഷെ ചിലപ്പോൾ മോഹൻലാൽ ചെയ്തൊരു കഥാപാത്രം നമുക്ക് മമ്മൂട്ടിയിലേക്ക് ഫിറ്റാകുന്നില്ല എന്ന് തോന്നാം, മമ്മൂട്ടി ചെയ്തത് മോഹൻലാലിലേക്ക് ഫിറ്റാകുന്നില്ല എന്ന് തോന്നാം. അപ്പോൾ അങ്ങനത്തെ ചില ചോയ്സുകൾ നമ്മൾ എടുക്കേണ്ടി വരും. പക്ഷേ ഇതാണ് അടിസ്ഥാനപരമായിട്ടും കഥാപാത്രത്തെ എഴുതുന്നയാളും സംവിധായകനും കാണുന്ന അയാളുടെ രൂപവും അയാളുടെ സ്വഭാവ വിശേഷങ്ങൾ, അയാളുടെ ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരാളിലേക്കായിരിക്കും അത് എത്തുക. ഇപ്പം റൈറ്റിങ്ങിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എഴുത്തുകളാണ്. ഒരു സിനിമയിൽ നിന്ന് മറ്റു സിനിമയിലേക്ക് വരുമ്പോൾ എഴുത്തിൽ ആ ഒരു വ്യത്യാസം കാണാറുണ്ട്. ശക്തമായിട്ടുള്ള ഡയലോഗുകളാണ് സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് എല്ലാവരും പറയും. എങ്ങനെ ഈ റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എഴുത്തിൽ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്തിട്ടാണോ അതോ സ്വന്തമായിട്ട് ഇമാജിനേറ്റീവിൽ എഴുതുന്നതാണോ, എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒബ്സർവേഷൻ ഉണ്ടാവും. അതായത് ഞാൻ ചിലപ്പോൾ ആൾക്കാരെയൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ എഴുതുന്ന സമയത്ത് ആ പർട്ടിക്കുലർ ക്യാരക്ടർ, ആ ക്യാരക്ടറിന് എൻ്റെതായ രീതിയിലുള്ള സ്വഭാവവിശേഷമൊക്കെ എനിക്ക് കിട്ടും. അത് ഇപ്പോൾ ഞാനൊരു ഡയറക്ടർക്ക് വേണ്ടി എഴുതുകയാണെങ്കിൽ പിന്നെ ഡയറക്ടർ ഉത്തരവാദിത്തമല്ല അത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനകത്തും അത് കിട്ടും. മാത്രമല്ല അത് പിന്നീട് അദ്ദേഹം ഞങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏതാണ്ടൊരു ക്യാരക്ടറൊക്കെ നമ്മളെ മനസ്സിൽ വരും. പക്ഷേ എഴുത്തിൽ അത് ഉണ്ടാവും. ആ കഥാപാത്രത്തിനെ വായിക്കുന്ന ഒരു സംവിധായകനോ അത് ആ കഥാപാത്രത്തിനെ മുൻപിൽ കാണാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിനും അകത്ത് ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ആർട്ടിസ്റ്റിനെ അദ്ദേഹം കാസ്റ്റ് ചെയ്യും.
അല്ലെങ്കിൽ അതിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുവരും. സമന്വയിപ്പിക്കുക എന്നൊക്കെ ഒരു വാക്കൊക്കെ ഉണ്ട് മലയാളത്തിൽ. അതിന് സമന്വയിപ്പിക്കും ആ കഥാപാത്രവും ആ ആർട്ടിസ്റ്റുമായിട്ട്. അതാണ് നേരത്തെ സിബി പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ ചെയ്യിച്ചെടുക്കും. അത് പിന്നെ ബാക്കി അയാളുടെ ആർട്ടിസ്റ്റിൻ്റെ ഔട്ട്പുട്ടായിരിക്കും. ഞാനങ്ങനെ ആരെയും ഒബ്സർവ് ചെയ്തിട്ടൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ നമുക്ക് നേരത്തെ തന്നെ കഥാപാത്രങ്ങൾ ആർട്ടിസ്റ്റിന് ആരാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അദ്ദേഹത്തിന് നമ്മൾ കണ്ടുകൊണ്ട് തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ആ കഥാപാത്രം അദ്ദേഹത്തിനെ മാറ്റാൻ പറ്റും. അങ്ങനെ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ പല പടങ്ങളിലും എനിക്കങ്ങനെ മുൻകൂട്ടി കണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതിലും അതേപോലെ തന്നെയാണ്. ഇതിലും ഒരു കഥാപാത്രത്തെയും ഒരു ആർട്ടിസ്റ്റിനെയും ഞാൻ കണ്ടിട്ടില്ല എഴുതി തുടങ്ങുമ്പോൾ. പതുക്കെയാണ് ആ കഥാപാത്രം രൂപപ്പെട്ട് വരുന്നത്. അങ്ങനെ പാടുള്ളൂ. ഒരു ആർട്ടിസ്റ്റിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുമ്പോഴെന്താ പറ്റുന്നത് വെച്ചാൽ എന്നെ സംബന്ധിച്ച് അതിൽ മാത്രം ഒതുങ്ങിപ്പോകും. നമുക്ക് ഈ കഥ എന്ന് പറയുന്നത് കഥാപാത്രങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. കഥാപാത്രങ്ങൾ ഇപ്പം വിശാൽ കൃഷ്ണമൂർത്തിക്ക് അറിയാം നിഖിൽ മഹേശ്വർ ആരാണെന്നുള്ള. അങ്ങനെ ആ ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ ഒരു കഥാപാത്രം വീട്ടിലെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഇരിക്കണം. എൻ്റെ ഒരു തിയറിയാണത്. അപ്പോൾ എനിക്കത് കുറേ കൂടെ ഈസി ആയിരിക്കും എഴുതി വരുമ്പോൾ. ഞങ്ങൾ ആദ്യമേ ആ ലിങ്കൊക്കെ ഇടും. പക്ഷേ സിനിമയിൽ അത് കാണണമെന്നില്ല. എൻ്റെ ഉള്ളിൽ ആ കഥാപാത്രത്തോട് ചോദിച്ചാൽ മറ്റേ കഥാപാത്രം ആരാണെന്ന്, വേറെ കഥാപാത്രം ചോദിച്ചാൽ ആ കഥാപാത്രം അയാളോട് പറഞ്ഞു കൊടുക്കും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഇപ്പോൾ അതാണ് അതിലൊരു ചില സീക്വൻസ് ഉണ്ട്. അത് എഴുത്തിലൂടെ സീക്വൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ വരണം. ഇപ്പോൾ നിങ്ങൾ ഹൊറർ പറ്റി പറഞ്ഞ മാതിരി ഇതിലൊരു സീക്വൻസ് ഉണ്ട്. ഈ വിശാൽ കൃഷ്ണമൂർത്തി പാട്ട് കേൾക്കുമ്പോൾ വേറൊരു ക്യാരക്ടർ വന്ന് ചോദിക്കുന്നുണ്ട്, അവരെ മാഡത്തിനെ കേൾപ്പിക്കാനാണോ അത് പാടുന്നത് പറയുമ്പോഴുള്ള ആ ട്രാൻസിഷനൊക്കെ ഉണ്ട് അയാളുടെ. അപ്പം പറയുന്നത് മാഡം അല്ല അത് ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇതൊക്കെ നേരത്തെ അത് എഴുതി വരുമ്പം വരുന്നതാണ് കഥാപാത്രത്തിൻ്റെ മാറ്റങ്ങൾ. ഇപ്പം നമ്മളൊരു ആർട്ടിസ്റ്റിനെ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അത് ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടറായിരിക്കും എനിക്ക്. അപ്പോഴേ നമുക്ക് അയാളെ പൂർണ്ണമായും അങ്ങോട്ട് അതിലേക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റും. ഇനി ഈവൻ ഇപ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് എഴുതുകയാണെങ്കിൽ പോലും, ഒരു ആർട്ടിസ്റ്റിനെ മുൻകൂട്ടി കണ്ടിട്ട് എഴുതുകയാണെങ്കിൽ പോലും ആ ആർട്ടിസ്റ്റിനെ ഞാൻ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തും. അയാളുടെ ഒരു മാനറിസം ഒന്നും വരാതെ ഈ കഥാപാത്രം ആലോചിക്കും. അപ്പോൾ അങ്ങനെ കിട്ടും. അപ്പോഴത് ആ ക്യാരക്ടർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കും. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് നിഖിൽ മഹേശ്വർ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ. അതായത് കാഴ്ചയില്ലാത്ത ഒരാളുടെ ആ നോട്ടവും ഭാവവും അയാൾ ഈ സംഗീതം തിരിച്ചറിയുന്നു. അത് മനോഹരമായിട്ട് അതിൽ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ അതിശയിച്ചിട്ടുണ്ട് മനോഹരമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ ഒരു വ്യത്യാസം ആ പോർഷനിൽ കാണാം. അത് തിരക്കഥയിലും ഞാൻ മാക്സിമം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. മുൻകൂട്ടി നമ്മൾ ആർട്ടിസ്റ്റൊന്നും കണ്ടു. ഇതില് ചില കഥാപാത്രങ്ങൾ സിനിമ അന്ന് റിലീസായ സമയത്ത് ചില കഥാപാത്രങ്ങൾ വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഇതിപ്പോ റീ എഡിറ്റിംഗ് കൂടിയാണല്ലോ. അപ്പൊ അത്തരം കഥാപാത്രങ്ങൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ റിലീസിന് ഒരുങ്ങുമ്പോൾ? കുറച്ചൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ അന്ന് ഈ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ചില സീനുകൾ, ചില എപ്പിസോഡ്സൊക്കെ ഇതിൻ്റെ പ്രധാന ഘടനയോട് ചേർന്ന് നിൽക്കാത്തത്, ഞങ്ങൾ ആദ്യത്തെ കൺസീവ് ചെയ്ത കഥയുമായിട്ട് വേറിട്ട് നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ചേർത്ത് വെക്കേണ്ടി വന്നു. അന്നത്തെ ഈ സിനിമയുടെ ഒരു വ്യാപാര സാധ്യതകൾ, പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെ ഒരു ആക്ടർ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ വരുന്ന പ്രേക്ഷകരെ കൂടെ തൃപ്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ച ചില സീക്വൻസുകളും കൂടെ അതിനകത്ത് ആഡ് ഓൺ ചെയ്തിരുന്നു. അത് അന്നും ഇന്നും നമ്മൾക്ക് കല്ലുകടിയായിരുന്നു. ഇന്ന് ആ കല്ലുകടികളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ സിനിമ വരാൻ പോകുന്നത്. റീ എഡിറ്റഡ് വേർഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു ഡയറക്ടറായി മാറിയപ്പോൾ സിബി സാറിൽ നിന്ന് എടുത്തുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടോ? ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ സിബി സാറിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് സിനിമ തൊട്ടിട്ട് 4-5 സിനിമകളോളം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. മലയാളത്തിൽ ഞാൻ വിശ്വസിക്കുന്ന മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് സിബി സാറിൻ്റെ ഏറ്റവും നല്ല സിനിമകൾ ഉണ്ടായിരിക്കുന്നതും. അന്ന് ഒരുപാട് സിനിമകൾ, ഒരുപാട് പ്രതിഭകളായിട്ടുള്ള നമ്മൾ എന്നും ആഘോഷിക്കുന്ന സംവിധായകരും എഴുത്തുകാരും ഉള്ളൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് പേരുടെ കൂടെ എല്ലാം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ സിബി സാറ് ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിലേക്ക് ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നും, പിന്നെ എനിക്ക് പലപ്പോഴും അത്ഭുതമാണ് ഇവർ രണ്ടുപേരും. ഞാൻ രവിചേട്ടൻ്റെ അടുത്തും അതാണ്, നമുക്ക് രവിചേട്ടന് രൂപം കൊണ്ടും രവിചേട്ടൻ ചെയ്തിരിക്കുന്ന പല സിനിമകളും ഭയങ്കര ഒരു അർബൻ സ്വഭാവമുള്ള സിനിമകളാണ്, അല്ലെങ്കിൽ മെട്രോ സ്വഭാവമുള്ള സിനിമകളാണ്. അതേ രവിചേട്ടൻ തന്നെയാണ് പൊന്മുട്ടിയിടുന്ന താര പോലെ വളരെ
അപ്പോൾ ഇത് ഗ്രാമീണനാണോ അല്ല എന്താണെന്നുള്ളത് എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു സംശയം തോന്നാറുണ്ട്. അതുപോലെ തന്നെയാണ് സിബിസാർ വളരെ ശാന്തനായിട്ടാണ് എപ്പോഴും സെറ്റിലുണ്ടാവുന്നതും അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതും. പക്ഷേ എല്ലാം സിബിസാറിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് സതയം പോലുള്ളൊരു സിനിമയും ദശരഥം പോലുള്ളൊരു സിനിമയും അതുപോലെ ദേവദൂതനും അങ്ങനെ ഭരതം അങ്ങനെ സാറിൻ്റെ അകത്ത് ഇത്രയും സംഗീതം. ഞാൻ ഇന്ന് രാവിലെ പാട്ട് കേട്ടപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അത് പറയായിരുന്നു. കുറേ പാട്ടുകൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ എന്ത് രസകരമായിട്ടുള്ള പാട്ടുകളാണ് സിബിസാറിൻ്റെ പടങ്ങളിലുള്ളത്. അപ്പോൾ എല്ലാ വിപ്ലവങ്ങളും സ്ഫോടനങ്ങളും ഉള്ളിലുള്ള ഒരാളാണെന്ന് നമുക്ക് ഒരിക്കലും കണ്ടാൽ തോന്നില്ല. വളരെ സെറ്റിൽ എപ്പോഴും ആ ഒരു സെർണിറ്റി നമുക്ക് സെറ്റിലേക്ക് ഇങ്ങനെ കിട്ടും, ആ ഒരു കാംനെസ്. അത് തന്നെയാണ് സിബിസാറെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ഈ ദേവദൂതൻ വിജയകരമായില്ല, അതിനുശേഷം സിനിമകളൊന്നും ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇഷ്ടം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യണേ, അത് അത്രയും നല്ലൊരു ഹിറ്റ് സിനിമയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു മാജിക് എങ്ങനെയാ? ഒരു സിനിമ നമുക്ക് ഓക്കെ ചിലർ തളരും, അപ്പൊ ചിലരില്ല ഇതിനെക്കാട്ട് നന്നായി ചെയ്യണം, അതിനോട് നമ്മൾ തന്നെ ഒരു മോട്ടിവേഷൻ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാന്നൊരു പറയുന്ന കാര്യമുണ്ടല്ലോ, അതിൻ്റെ ഒരു മാജിക് എന്താ? ഈ പറയുന്ന ഈ സിനിമയുടെ തിരിച്ചടി ഒരു വർഷത്തോളം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നിരുന്നു. വളരെ ആദർശ്യമായിട്ട് ഈ ഒരു കഥ എൻ്റെ മുമ്പിലേക്ക് വരിക. അന്ന് ഞാൻ കഥകൾ പോലും കേൾക്കാൻ താല്പര്യം കാണിക്കത്തില്ലായിരുന്നു. കലവൂർ രവികുമാർ അങ്ങനെ ഒരിക്കൽ അതേ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുകയും കഥകൾ പറയണമെന്നൊക്കെ വളരെ മുമ്പ് തന്നെ വരുമായിരുന്നു. അപ്പോൾ ഈ കഥ വന്നിങ്ങനെ അത് അദ്ദേഹം ആയതുകൊണ്ട് കഥ പറയാൻ വന്നപ്പോൾ എനിക്ക് നിരാകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം വന്നു, കഥ പറഞ്ഞു. ആ കഥയിൽ എനിക്കൊരു രസം തോന്നിയത് അച്ഛനും മകനും റോളുകൾ ഷിഫ്റ്റ് ചെയ്യാണ്. മകൻ അച്ഛനായും അച്ഛൻ മകനായിട്ടും മാറുന്ന അതിനകത്തൊരു രസമുണ്ട്. അതുവരെ ഞാൻ ചെയ്ത സിനിമകളിൽ നിന്നുള്ള ഒരു ഫൺ എലമെൻ്റ് അതിനകത്ത് ത്രൂ ഔട്ടുണ്ട്. ആ കഥയിൽ അങ്ങനെ തന്നെയാണ്, അതിൻ്റെ സിറ്റുവേഷനാണ്. നമ്മളൊരു സ്ലാപ്പ് സ്റ്റിക് കോമഡി ഒന്നും ആവശ്യമില്ലാത്തൊരു കഥയാണത്. അപ്പോൾ ഞാനത് കൊള്ളാമെന്ന് പറയുമ്പോഴത്തേക്കാണ് പിന്നെ അതിനകത്തേക്ക് ഒരു പ്രൊഡ്യൂസർ വരുന്നതും കാര്യങ്ങളും അങ്ങനെ. അപ്പോൾ എനിക്കും തോന്നിയത് ഞാൻ വളരെ എൻ്റെ ഒരു സ്ട്രെസ് റിലീസാണ് ആ സിനിമ. എൻ്റെ ഒരു ഡിപ്രഷനിൽ നിന്ന് എനിക്ക് തിരിച്ച് വരാൻ കഴിഞ്ഞൊരു സിനിമയാണത്. കാരണം എനിക്ക് വളരെ എന്താണ് ഇത്രയും സ്ട്രെയിനൊന്നും എടുക്കേണ്ടാത്ത വളരെ ലൈറ്ററായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കഥയാണത്. ആ കഥ ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. അല്ലാതെ ഞാൻ വീണ്ടും അത്രമാത്രം സതയം പോലെയൊക്കെ ഉള്ളൊരു വലിയ ഇമോഷണൽ കണ്ടൻറ്റുള്ള സിനിമ ചെയ്യാൻ അന്ന് എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഈ സിനിമ എന്നെ സംബന്ധിച്ചുള്ള ഒരു പിക്നിക് മോഡിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഒരുപാട് കാലഘട്ടത്തിൽ വർക്ക് ചെയ്ത ആളുകളാണല്ലോ. അപ്പൊ സിനിമ ഓരോ കാലഘട്ടവും മാറുകയാണ്, മാറ്റങ്ങളിൽ കൂടെ നിങ്ങളും യാത്ര ചെയ്യാണ്. പ്രധാനമായിട്ട് കണ്ട ഒരു മാറ്റവും ഈ മാറ്റം നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? സിനിമയുടെ സാങ്കേതികപരമായ മാറ്റത്തിൻ്റെ കൂടെ സഞ്ചരിച്ചവരാണ് ഞങ്ങൾ രണ്ടുപേരും. പ്രത്യേകിച്ചും ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ രഘു അന്ന് എഴുത്തുകാരനായിട്ട് മാത്രം നിൽക്കുന്ന ഒരു കാലഘട്ടം. പിന്നെ രഘു സംവിധായകനായി വരുമ്പോഴത്തേക്കും എനിക്ക് തൊട്ട് പുറകെ വന്നയാളാണ് സംവിധായകനെന്നല്ല. അതിനു മുമ്പ് രഘു ഞാൻ സിനിമയിലെത്തുന്ന അതേ സമയത്ത് രഘു പാരലായിട്ട് സിനിമ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് രഘുവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടെക്നിക്കൽ മാറ്റങ്ങൾ ഞാൻ വരുന്ന സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറിലേക്ക് സിനിമ വരുന്നൊരു കാലഘട്ടമാണ്. പിന്നെ സൗണ്ടിൻ്റെ കാര്യത്തിലായാലും അതൊരു ഓപ്റ്റിക്കൽ നെഗറ്റീവ് എന്ന് പറയുന്നത് ഫിലിമിൽ തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. പിന്നെ കളറും 35 mm നിന്ന് സിനിമാസ്കോപ്പിലേക്ക് എത്തിയിട്ടില്ല. ആ ട്രാൻസിഷനൊക്കെ നമ്മുടെ തുടക്കകാലത്താണ്. പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കും കൂടെ നിൽക്കാൻ മലയാളത്തിലാദ്യത്തെ 70 mm സിനിമ, ആദ്യത്തെ 3 dimension സിനിമയുടെ ഒരു തുടക്കകാലത്തെ ചർച്ചകളിലൊക്കെ ഭാഗമാക്കാൻ കഴിഞ്ഞുകൊണ്ട് വളരെ വലിയ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു ട്രാൻസിഷൻ്റെ കൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ ഇപ്പോഴത്തെ ടെക്നിക്കലായിട്ടുള്ള ഈ അഡ്വാൻസ്മെൻറ്റിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം പണ്ട് മൂവികൾ എന്നൊക്കെ പറയുന്ന ഒരു മെഷീൻ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്, ഫിലിമിൽ ഷൂട്ട് ചെയ്ത്. അതൊരു ഫിസിക്കൽ എഫേർട്ടും കൂടി ഉണ്ട് ഈ മൂവികളെന്ന് പറയുന്ന മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ. എഡിറ്ററെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ ഫിസിക്കലിയും കൂടെ അതിനകത്ത് എൻഗേജ് ആണ്. ഇതിൻ്റെ ഒരു വീലുണ്ട്, അത് കറങ്ങുന്നതിനെ ഒരു കൈ കൊണ്ട് പിടിച്ച് നിർത്തി കാലുകൊണ്ട് ചവിട്ടി ഇങ്ങനെയൊക്കെ പറയുന്നൊരു വണ്ടി ഓടിക്കുന്ന രീതിയിലാണ് ഒരു മൂവികളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് മാറിയിട്ട് അതൊരു ആവിഡ് എഡിറ്റിങ്ങിലേക്ക് വരുന്നു. അതിനും അഡ്വാൻസ് ആയിട്ടുള്ള ഡിജിറ്റൽ സാധ്യതകളിലേക്ക് വരുന്നു. ഒരു കൈവിരൽ കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ ഒരു ഷോട്ട് മാറ്റണോ വേണ്ടയോ ചേഞ്ച് ചെയ്യണോ എന്നുള്ളത് നിമിഷങ്ങൾ കൊണ്ട് തീരുമാനം എടുക്കാൻ കഴിയും. മുമ്പൊക്കെ നമ്മൾ ഷോട്ട് ഒരു റീൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇയാൾ ടേബിളിൽ കൊണ്ട് കൊണ്ട് ഒട്ടിച്ചു ചേർത്ത് വെച്ച് പിന്നെ നമ്മൾ കാണണമെങ്കിൽ വീണ്ടും ഒരു 2 മണിക്കൂർ എടുക്കും. അപ്പോഴാണ് നമ്മളുടെ ചെയ്ത കാര്യത്തിൽ ഒരു കറക്ഷൻ വേണമെങ്കിൽ വീണ്ടും ഇതേ പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഇപ്പോൾ അതില്ലല്ലോ, നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് തീരുമാനം ഈ ഷോട്ട് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് പോയിട്ട് റീ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വിതിൻ സെക്കൻഡ്സ് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം പോസിറ്റീവാണ്. പക്ഷേ ആ പോസിറ്റിവിറ്റീനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പലപ്പോഴും പലർക്കും കഴിയാറില്ല. കാരണം എന്ന് വെച്ചാൽ
ഈ ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ധരിച്ചിരുന്നത് ടൈം കുറയും കാര്യങ്ങൾക്ക്, പെട്ടെന്നെല്ലാം കാര്യങ്ങൾ നടക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പം സമയം കൂടുതലാകുന്നു. അതിൻ്റെ പ്രധാന കാരണം ഈ മോണിറ്റർ വന്നതുകൊണ്ടാണ്. പണ്ടൊക്കെ ഈ ഡയറക്ടറും ക്യാമറമാനും മാത്രമേ യഥാർത്ഥ ഫ്രെയിം ആദ്യം കാണുന്നുള്ളൂ. റിഹേഴ്സൽ സമയത്ത് ഡയറക്ടർ കാണും, ഷോട്ട് എടുക്കുന്ന സമയത്ത് ക്യാമറമാനും കാണും. പരസ്പരം വിശ്വാസത്തിലാണ് ഇത് എല്ലാം കൃത്യമാണ് എന്ന് ഈ രണ്ടുപേരുടെ വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ചും ക്യാമറമാൻ ഷോട്ട് കഴിയുമ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞാലേ നമുക്ക് ഓക്കെ പറയാൻ പറ്റുള്ളൂ. ഇന്ന് മോണിറ്ററിലൂടെ അവിടെ ഇരിക്കുന്ന ലൊക്കേഷൻ ഷൂട്ടിംഗ് കാണാൻ നിൽക്കുന്നവനും പറയുമെന്ന് നിൽക്കും, ഡയറക്ടർ നിൽക്കും, അഭിനയിക്കുന്നവരെല്ലാവരും ഷൂട്ട് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കും, ചായ കൊടുക്കാൻ പോകുന്നതിനും പറയും ഒരു അഭിപ്രായം, ഒന്നുകൂടെ എടുത്താലോ സാറേ, അപ്പോൾ കൺഫ്യൂസ്ഡ് ആവും അല്ലേ. അപ്പം നമ്മൾ പിന്നെയും നമ്മുടെ ഒരു കോൺഫിഡൻസിനെ കളയും. മറ്റത് വേറെ ആരും അറിയുന്നില്ല, നമുക്ക് തീരുമാനം എടുക്കാം. ക്യാമറമാൻ ഓക്കെ പറഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്, എൻ്റെ മറ്റേ ആക്ടേഴ്സിൻ്റെ സൈഡിലുള്ള പെർഫോമൻസ് സ്റ്റേജിലേക്കുള്ള എനിക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ ഇത് ഫ്രെയിമിൽ കണ്ട ക്യാമറമാൻ ഇത് ഓക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ സംശയമില്ല. ഇവരാരും ആക്ടേഴ്സ് ആരും വന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ടുള്ള ആക്ടേഴ്സിന് തന്നെ ഇന്നുകൂടെ നന്നാക്കാൻ തോന്നും. ആരും തൃപ്തരാകുകയല്ലോ, ഇനി ഒന്നുകൂടെ എനിക്ക് നന്നാക്കായിരുന്നു എന്നൊക്കെ അവരും ചിന്തിക്കും. അതുകൊണ്ട് മൾട്ടിപ്പിൾ ടേക്സ് എടുക്കും. ഫിലിം അല്ലാത്തതുകൊണ്ട് ചിലവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നീണ്ടു പോവുകയാണ്, സമയം കൂടുതലാണ്. മ്യൂസിക്കിൻ്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു പണ്ടൊക്കെ കാലത്ത് 9-1 എന്ന് പറയുന്ന കോൾ ഷീറ്റിൽ ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ കാസറ്റ് കിട്ടും. ഇപ്പോൾ അത് ലൈവായിട്ട് റെക്കോർഡിങ് നടക്കും. ഇന്നൊരു പാട്ട് കമ്പോസ് ചെയ്ത് അതിൻ്റെ ട്യൂൺ കേൾക്കണമെങ്കിൽ 1.5 മാസം എടുക്കും. അത് റെക്കോർഡ് ചെയ്ത് പറഞ്ഞാൽ അടുത്ത 1.5 മാസം എടുക്കും. അതിലൊരു ആവശ്യം വേണമെങ്കിൽ വീണ്ടും ഇതേ സമയം എടുക്കും. അങ്ങനെ പോകുന്നൊരു സമയത്തെ കുറയ്ക്കുമെന്ന് ധരിച്ച ഒരു ടെക്നോളജി സമയത്തെ കൂട്ടുന്നൊരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് ഈ ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ലതാണ്. പക്ഷേ അത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഗ്രാഫിക്സ് പോലെയുള്ള കാര്യങ്ങൾ, കമ്പ്യൂട്ടർ ഗ്രാഫിക്സൊക്കെ വന്ന സമയത്ത് അത് അനാവശ്യമായിട്ട് അത് ഉപയോഗിക്കുക. ആ സിനിമയ്ക്ക് ആ ഒരു പർട്ടിക്കുലർ സീക്വൻസിനോ ഷോട്ടിനോ ഒരു ഗ്രാഫിക്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്നാൽ ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു സാധനം ഇരിപ്പുണ്ട്, അതിങ്ങ് എടുത്ത് പ്രയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടല്ല, സിനിമയ്ക്ക് വേണ്ടിയിട്ട് സാങ്കേതികത ഉപയോഗിക്കുന്നതിന് പകരം സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സിനിമയെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു എന്താണ് ഒരു ഗുണപരവും ദോഷപരമായിട്ടുള്ള എലമെൻറ്റ്സ്, അതിനെ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ്. സാറിന് ഇതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാറുണ്ടോ? ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ബേസിസ് എന്ന് പണ്ട് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ എഴുതിയ സിനിമയാണെങ്കിൽ പോലും ഈ ഷോട്ടുകളൊക്കെ ഏതാണ്ട് ഊഹിച്ച് കാണാമെന്നല്ലാതെ അതിൻ്റെ ഫൈനൽ ഔട്ട് നമ്മൾ അറിയുന്നില്ല. ഞാൻ പോലും എനിക്ക് അറിയില്ല. ഈവൻ സംവിധായകനും ആ കമ്പോസ് ചെയ്ത അറിയാമെന്നല്ലാതെ അത് ശരിക്കും കാണുന്ന ക്യാമറമാൻ മാത്രമേ ഉള്ളൂ, സിനിമാറ്റോഗ്രാഫറാണ്. അതിൻ്റെ തുടക്കവും ഒടുക്കവും ഒക്കെ കാണാം, അത് ഡയറക്ടർ കാണാം. അതിനൊരു പ്രൈവസി ഉണ്ടായിരുന്നു. എൻ്റെ ക്രിയേഷൻ എന്നുള്ളൊരു പ്രൈവസി അന്ന് സംവിധായകനുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇതിലൊക്കെ ഈ റെക്കോർഡിങ്ങിനൊക്കെ പോയാൽ അന്നത്തെ റെക്കോർഡിംഗ് എന്നൊക്കെ പറയുന്നത് ഉത്സവമാണ്. ഭയങ്കര രസമാണ്. അത് നമ്മളൊരു കല്യാണം മുമ്പിൽ കാണുന്ന പോലെയാണ്. അതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഹാളിൽ മുഴുവൻ ഇൻസ്ട്രുമെൻസൊക്കെ വെച്ച് മ്യൂസിക് കമ്പോസ് ചെയ്ത് അത് എല്ലാവരും കൂടെ പ്ലേ ചെയ്യുന്നത്, റെക്കോർഡിങ് എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. അതൊക്കെയാണ് എൻ്റെ അതിൽ കിട്ടിയ ത്രില്ല്. ഞാൻ ആദ്യം കാണുന്ന റെക്കോർഡിങ് ജോൺസൻ്റെയാണ്. ആ ജോൺസൻ്റെ റെക്കോർഡിങ്ങിന് ഞാൻ ഇരുന്നത് ജോൺസൻ്റെ അടുത്താണ്. ജോൺസൺ ബേസ് ഗിറ്റാറും വായിച്ചിട്ട് ജോൺസൺ കൺസോളിലിരിക്കുന്നത്, മുമ്പിൽ ഇങ്ങനെ നിറച്ചും കടൽ പോലെ ഇൻസ്ട്രുമെൻസൊക്കെ ആയിട്ട്. അങ്ങനത്തെ റെക്കോർഡിംഗ് ഒന്നും ഇന്നത്തെ തലമുറ കണ്ടിട്ടില്ല. ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സും അങ്ങനത്തെ സ്വന്തം പടത്തിലെ പാട്ട് പോലും ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ടുണ്ട്. അതല്ല, അവരൊക്കെ കഷ്ണമായിട്ട് ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ. അത് അങ്ങനത്തെ ഒരു ത്രില്ലുണ്ടായിരുന്നു അന്ന്. പിന്നെ ഫൈനലിൽ ഞങ്ങൾ അപൂർവമായിട്ട് ഇതിൻ്റെ റഷസ് കാണും, ഷൂട്ട് ചെയ്ത ഭാഗം കൊണ്ടുവന്ന് കാണും. അപ്പോഴാണ് സിനിമ കാണുന്നത്. ഞാൻ ആദ്യം കാണുന്ന എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കുറേ ഷൂട്ട് ചെയ്ത പോർഷൻസ് ഞാൻ കാണുന്നത് ഒരു പ്രൈവറ്റ് തിയേറ്ററിൽ വെച്ചിട്ടാണ്. ഞാനിങ്ങനെ കണ്ടിരുന്നു, അത്ഭുതത്തോടെ കണ്ടിരുന്നു എടുത്ത ഭാഗങ്ങൾ. അന്നൊക്കെ തോന്നിയിരുന്ന ഒരു അസാധാരണമായ ത്രില്ല്, അതിനെ ത്രില്ല് എങ്ങനെ വേണം പറയാം, രോമാഞ്ചം എന്നൊക്കെ പറയും നമ്മൾ. അങ്ങനത്തെ ഒക്കെ പോയി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴ് ലേലം വിളി മാതിരി തോന്നും എനിക്ക് ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ. അതായത് ഈ സിബി അത്ര ഭംഗിയായിട്ട് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഞാനത് പറയാണ്. അത് നമുക്ക് എല്ലാവരും കാണും, എല്ലാവരും വന്നിരിക്കും, എല്ലാവരും കണ്ട് എല്ലാവരും അഭിപ്രായം പറഞ്ഞ് മൊത്തം അങ്ങ് കൺഫ്യൂസ്ഡ് ആവും ചില സമയങ്ങളിൽ. പക്ഷെ ആ ത്രില്ല് ഇന്ന് ജനറേഷൻ അത് ചെയ്യണം എന്നാണ് ഞാൻ പറയും. ഇപ്പോഴും ചെയ്യാൻ വേണമെങ്കിൽ
ഒരു സംവിധായകൻ അവൻ്റെ പ്രൈവസി സൂക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇത് വെച്ചുകൊണ്ട് ഭംഗിയായിട്ട് അത് ഇപ്പോഴും ചെയ്യാം. ഇങ്ങനെയല്ല കാണാം. പക്ഷെ എല്ലാവരും ഇങ്ങനെ ഇൻവോൾവ് ആവും. ഈ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് ഇൻവോൾവ് ആവും. അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അപ്പോൾ അവരെന്നെ ചിലപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ പണ്ട് എടുത്ത് ചെയ്തു പോയിരുന്ന ആ ഒരു സുഖം പോയി. പക്ഷേ വേണമെങ്കിൽ അത് ഇപ്പോഴും കൊണ്ടുവരാം. ആ സെല്ലുലോയിഡ് ത്രില്ല് പോയി. സമയപരിധിയുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. അപ്പൊ ദൈവദൂതൻ റിലീസിന് ഒരുങ്ങാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി. അതിൽ പ്രധാന കാരണം വിഷ്വൽ, സോങ്സ് ആൻഡ് ഡയറക്ഷൻ, റൈറ്റിംഗ് എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഫസ്റ്റ് എന്തായാലും തിയേറ്ററിൽ ഉണ്ടാവും. എല്ലാവിധ ആശംസകളും നേരാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.